ഹായ് ഹലോ, നമ്മളെ ഇന്നൊരു ട്രിപ്പ് പോണേണ്ടാ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, ചിറ്റയുണ്ട്, പേപ്പനുണ്ട്, അപ്പുണ്ട്. അപ്പു ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാ. അപ്പൊ ഈ ഓയോയൊക്കെ കാണിക്കണ്. അപ്പൊ നമ്മളിത് കളമശ്ശേരിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഞാനിപ്പോ നമ്മൾ പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. കുട്ടിക്കാനം അടുത്ത് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പൊ നമ്മള് ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, Stay tuned, guys. ഗൈസ്, നമ്മളിത് ഇവിടെ ഈ സ്വാദ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, തിരുവാങ്കുളത്ത് ഈ റെസ്റ്റോറൻറ്റ് നല്ലതാട്ടോ. ഞങ്ങൾ കയറിയിട്ട് ചായ കുടിച്ച്, എസ്പെഷ്യലി അവിടുത്തെ ചിക്കൻ പെരട്ട് അത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താണ് പൊറോട്ടയും അപ്പവും മുട്ടക്കറിയും. അപ്പവും നല്ലതാണ്. എന്താ ചിറ്റ അപ്പത്തിന്റെ പേര്? കല്ലപ്പം. കല്ലപ്പവും മുട്ടക്കറിയും സൂപ്പർ ആയിരുന്നു. മുട്ട റോസ്റ്റ്, അവിടുത്തെ കോഫി നല്ലതാണ്. നമ്മള് പോണേന്റെ സ്ഥലത്തിന്റെ ജസ്റ്റ് നമ്മുടെ മാപ്പിൽ ഇട്ടേക്കണ ഉണ്ടാവും. ഇനി നമുക്ക് 2 മണിക്കൂർ 47 മിനിറ്റ് ഉണ്ട് കേട്ടോ അവിടെ എത്താനായിട്ട്. അതുപോലെ 101 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. പാലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 12:50. പ്രേതം എന്റെ കയ്യിൽ നിന്നിട്ടതാണ്. മാപ്പിൽ 54 മിനിറ്റ് ആണ് കാണിക്കുന്നത്. 27 കിലോമീറ്റർ കാണിക്കുന്നത്. 2:15 ആകുമ്പോഴേക്കും എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ സമയം 1:21. ഓക്കെ, ഇപ്പൊ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടു തുടങ്ങിട്ടാ. മുണ്ടക്കൈ എത്തിയിട്ടില്ല. പാറത്തോട് റോഡാണത്. നല്ല മലകളും കുന്നുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അതെ, റബ്ബർ തോട്ടം. എത്ര റബ്ബർ മരങ്ങളാന്ന് നോക്കി. പാവാടയൊക്കെ ഇട്ട് നിർത്തിയേക്കാട്ടാ. വെള്ള പാവാടയൊക്കെ ഇടിച്ചിട്ട് റബ്ബർ തോട്ടം, റബ്ബർ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, നമ്മുടെ 2 ചുറ്റിലും ഇതാണ്. 2 ചുറ്റും റബ്ബറാണ്. ഒരു മലനാട് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് ഇവിടെ. കമ്പനിയുടെ നേരെ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഔട്ട്ലെറ്റിൽ വന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കഴിച്ച ഒരു ഐസ്ക്രീമിനുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് നമ്മളിത് ഐസ്ക്രീം രണ്ടാമത് എടുക്കാൻ വേണ്ടിയുണ്ട ടെൻഡർ കോക്കനട്ട്. എനിക്കും വേണം. അടിപൊളി ടെൻഡർ കോക്കനട്ട് എല്ലാവർക്കും ഇഷ്ടമായി കഴി. ചക്കാലമ്പ ചക്ക പോരാട്ടെ ചോദിച്ചാൽ എത്രയും? ചക്ക പോരാ. അത് ഗ്രീൻ ആപ്പിൾ ആണോ ചിറ്റ? ടിഷ്യൂ ഇല്ലേ കയ്യും തുറക്കും. ഇതിപ്പോ സ്ഥലത്തിന്റെ പേരെന്താ ചേച്ചി? പാറത്തോട് അല്ലേ? പാറത്തോടുള്ള ഒരു മലനാട്. മലനാട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇതിന് അവരുടെ പ്രോഡക്റ്റ്സാണ് ഉണ്ടായിരിക്കുന്നത്. സ്നാക്സും ഐസ്ക്രീം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കമ്പനി ഉള്ളത്. അപ്പം നമ്മൾ തേനും അതുപോലെ നെയ്യും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ്. കോക്കനട്ട്, ടെൻഡർ കോക്കനട്ട് എല്ലാവരും ഓരോന്നും മേടിച്ചിട്ടാണ്. ഞാൻ ആദ്യം ജാക്ക് ഫ്രൂട്ട് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അതത്ര പോരാ. ജാക്ക് ഫ്രൂട്ടിൻ്റെ അത്ര സെറ്റപ്പ് ഒന്നും ഇല്ല. പിന്നെ എല്ലാം ഷുഗർ, മെയിൻ കണ്ടൻറ്റ് ഷുഗർ തന്നെയായിരിക്കുള്ളൂ. അതിപ്പോൾ എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് ചെയ്തേക്കുന്ന മിൽക്ക് ആൻഡ് മിൽക്ക് സോളിഡ്സ്, പിന്നെ കെയിൻ ഷുഗർ ആയിട്ടേക്കുന്നത്. കെയിൻ ഷുഗർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിരിക്കുമോ അതോ ഇനി അത് പ്രോസസ്സ് ചെയ്തതാണോ ഷുഗർ? എന്താണ് എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്, കൊള്ളാം. ഏതാ?
എത്രയും 200 രൂപ. എത്ര ഉള്ളു ലാഭം. ഇത് പക്ഷെ 6 മാസം ഇരിക്കുള്ളൂ. ഇത് ഓജി സാധനം അതുകൊണ്ട് ഇനി ചായക്ക് പഞ്ചസാരക്ക് വരെ ഫുൾ തേനിന്റെ പരിപാടിയുള്ളൂ. അതായത് ഇനി കോഫി എടുത്താലും സീ ഗൈസ് ഇവിടെ മലനാടില് റോ എന്നല്ലേ പറയുന്നത്, റോ ഹണി ഉണ്ട് കേട്ടോ. അപ്പൊ നാച്ചുറൽ ഹണിയാണ്. നമുക്ക് ഇനിയില്ലേ ഷുഗർ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ബ്രൂ കോഫി ഒക്കെ ഉണ്ടാക്കുമ്പോ ഇത് ഒഴിച്ചിട്ട് കഴിക്കാൻ അപാര രുചിയാട്ടോ. എല്ലാവരും ഇത് വാങ്ങി കഴിച്ചു നോക്കണേ. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് ഹെൽത്ത് ഉണ്ടാവുമല്ലോ. ഹെൽത്ത് അല്ലേ വെൽത്തിനേലും വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഗൈസ് എല്ലാവരും ഇത് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ബൈ. ഈ ടെൻഡർ കോക്കനട്ട് ഇല്ലേ, ഒരുപാട് ഷുഗറൊന്നും ഇല്ല കേട്ടോ, നോർമലാ. നല്ല ടെൻഡർ കോക്കനട്ടിൻ്റെ ആ സെയിം ടേസ്റ്റ് തന്നെയാണ് വന്നത്. നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഓവർ മധുരമൊന്നും ഇല്ല കേട്ടോ. മുണ്ടക്കയത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 2:20. അപ്പം മുണ്ടക്കയത്ത് എത്തിയിട്ട് നമ്മളിത് ഇവിടെ ഒരു എന്തിട്ടാണ് അപ്പു ഹോട്ടലിൻ്റെ പേരെന്താ, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണേണ്ടാ. ചിറ്റയ്ക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കണം. ഹോട്ടല് നല്ല അടിപൊളി വ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും തോന്നണം കേട്ടോ. ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അവിടെ ഭയങ്കര പോസിംഗ് ആണല്ലോ. അപ്പൂന് കിഴി ബിരിയാണിയാണ് ഓർഡർ ചെയ്തേട്ടാ. കാണിച്ചപ്പോ അമ്പോ 2 മുട്ടയാ. അപ്പോ എനിക്കൊരു മുട്ട തന്നെ കേട്ടോ. കൊള്ളാലോ. നമ്മുടെ അപ്പാണ് പറഞ്ഞത്, ഞാനൊരു അപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ സലാഡ് ഉണ്ട്. അപ്പൊ പകുതി മുട്ട എനിക്കൊന്ന്. ഇതെന്ത് കറി വെച്ചിട്ടാ? ചിക്കൻ വറുത്തരച്ചുകൊണ്ടിട്ടാ നമ്മുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ കഴിച്ചിട്ട് വരാം. അപ്പൊ വേറൊരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ തവ ഫ്രൈ. സിസ്ലേഴ്സ് ഒക്കെ പറയില്ല, അത് തന്നെ സാധനം. തവയൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ സിസ്ലേഴ്സ് മൊത്തം പുകയാണ്, പുകമയം. ഇങ്ങനെയുണ്ട്. ഗായ്സ്, നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിന്റെ പേര് മിസ്റ്റി വില്ല എന്നാണ് കേട്ടോ. നമ്മൾ മിസ്റ്റി വില്ല അതേ കണ്ട്. അതെ, മിസ്റ്റി വില്ലാസ്. നമ്മളതേ പാർക്കിംഗ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാം. Yo guys, we are gonna rock. We are gonna rock today, mate. We are gonna rock. This is the day. Let's go. നമ്മളിപ്പോൾ റിസപ്ഷനിലേക്ക് പോണേ കേട്ടോ. അതെ, ഇവിടെ ഒരു ബുദ്ധഗിരി ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് മിസ്റ്റി വില്ല ആണ് കേട്ടോ. മിസ്റ്റി വില്ലാസ്. ഓ, ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയിലാട്ടോ. അതൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നല്ല റൂമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫുൾ നല്ല ആംബിയൻസ്, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു റെഫ്രിജറേറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞിത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് കേട്ടോ. പിന്നെ അതെ, ഇവിടെ ഒരു ബെഡ് സ്പേസ് ഉണ്ട്, സിംഗിൾ ബെഡ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇവിടെ മെയിനായിട്ടുള്ള ബെഡ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു ടേബിളും പിന്നെ അതിനകത്ത് വെള്ളവും ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ജസ്റ്റ് വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കോറിഡോർ. ഇതൊന്നും അല്ല കേട്ടോ മെയിൻ കാര്യം, റൂം കാര്യങ്ങളൊന്നുമല്ല. അതിലും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂ നിങ്ങളൊന്ന് കാണുക ഗൈസ്. എന്ത് മിസ്റ്റാന്ന് നോക്കി. നല്ല ഇടിവെട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ നല്ല ഇടിവെട്ടലുണ്ട്. എന്ത് മിസ്റ്റാന്ന് നോക്കി. ഇതിൻ്റെ താഴെ റൂമുണ്ട് കേട്ടോ. നമ്മളത് മുകളിലാണ്. ഓക്കെ, നമ്മുടെ റൂമിൻ്റെ സൈഡിലൂടെയുള്ള വ്യൂ ആണ് കാണണേ.
ഒരു രക്ഷയില്ലേട്ടാ. ഇതേ അപ്പു ഇവിടെ ഓൾറെഡി വന്ന് വൈബാണല്ലേ അപ്പു? രക്ഷയില്ല. നമ്മളാ മിസ്റ്റിലേക്ക് നോക്കി നിൽക്കുമ്പോ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ പെട്ട അവസ്ഥയാ. നാച്ചുറൽ ആയിട്ട് നമ്മൾ ഹൈ ആവും ഗൈസ്. നാച്ചുറൽ ഹൈ, ഒന്നും വേണ്ട. സൂപ്പർ. എൻ്റെ അമ്പു ഇത് ഹാഫ് ആൻ അവർ കൂടുമ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്കിള്, ഇവിടുത്തെ ഓണർ അങ്കിള് പറഞ്ഞത് ഹാഫ് ആൻ അവർ കൂടുമ്പോൾ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതെ അല്ലേ? ഓക്കെ. എൻ്റെ അമ്പ ഒന്നും കാണില്ലാട്ടാ. ഇവിടുത്തെ വ്യൂ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്, പക്ഷെ കോട ആയതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. കണ്ടോ? പക്ഷെ അതും ഒരു വൈബാണ്. ഹാഫ് ആൻ അവർ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ക്ലിയർ സ്കൈ ആവും, വീണ്ടും വരും. അങ്ങനത്തെ ഒരു ഫിനോമിനനാണ്, നേച്ചർ ഫിനോമിനൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടാ. അപ്പോൾ നമ്മളിത് ഇവിടെ കോടയൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകൾ ഇത് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. ആ കോടയും കൂടെ മാറി നിന്നപ്പോഴുള്ള സെറ്റപ്പ് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ആ ഭംഗിയുണ്ട്. വാവ്, നൈസ് വ്യൂ, നൈസ്. ഇതിനകത്തേക്കൂടെ ഇറങ്ങി പോകണം നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് എത്താനായിട്ട് കേട്ടോ. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഇതിൻ്റെ താഴെ കാണണം ഡൈനിങ് ഏരിയ. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് വന്ന വഴി മുകളിലാണ്, താഴേലേക്കാണ് ബിൽഡിങ്ങൊക്കെ ഉള്ളത്. ഓക്കെ. ഓ, ഈ ചെടി കൊള്ളാമല്ലോ. ഈ ചെടി ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇത് എന്ത് ചെടിയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. ഓക്കെ, നല്ല നൈസായിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു മിനി പൂളുണ്ട് കേട്ടോ. ചെറിയൊരു പൂളാണേ, ചെറിയൊരു പൂളുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പൂള്, ചെറിയ പൂളാണ് കേട്ടോ. നൈസാണ് പക്ഷേ എന്നാലും. ഗൈസ്, നമ്മളിത് ഫുഡ് കഴിക്കാൻ പോണേ കേട്ടോ. നമ്മൾ തന്നെ ചിക്കനും ബീഫൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിറ്റയും അപ്പമൊക്കെ കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിക്കാൻ പോണേ കേട്ടോ. ഇവിടുത്തെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നല്ല ബൈക്കിൻ്റെയും വണ്ടികളൊക്കെ പോണതിൻ്റെയും ബിൽഡിങ്സിൻ്റെയൊക്കെ നല്ല ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, തിളങ്ങണ പോലെയാണ്. മിസ്റ്റൊക്കെ മാറി. ഇനിയിപ്പോൾ നാളെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഓക്കെ. നമ്മുടെ ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ. അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചിക്കനാണ്, ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. സാലഡ് ഉണ്ട്. പിന്നെ ഇതെന്ത് കറിയാ? വെണ്ടയ്ക്ക ടൊമാറ്റോ കറി ഉണ്ട്. ചോറുണ്ട്. പിന്നെ ബ്രെഡും ഉണ്ട് കേട്ടോ. ഗൈസ്, ഇപ്പോൾ 6 മണിയാണ് സമയം. ആ സമയത്തെ വ്യൂസ് കാണിച്ചു തരട്ടെ. നമ്മുടെ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ബ്യൂട്ടിഫുൾ ഗൈസ്. ഇത്രയും നല്ലൊരു വ്യൂ. നമ്മൾ ഈ ഫ്ലൈറ്റിൻ്റെ താഴേക്കൊക്കെ കാണുന്ന കാഴ്ചയല്ലേ, അതേപോലെയാണ് അറ്റത്ത് കാണുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോണേ കേട്ടോ. 100 രൂപ. പാവപ്പെട്ടവർക്ക് 100 രൂപ. അതെന്തിനാണോ? അതെന്തിനാ ഇപ്പൊ പറഞ്ഞേ? നമുക്ക് നമ്മള് നന്മയുള്ളവരാണെങ്കിൽ നമുക്കിടെ കയ്യില് ദൈവം കൊണ്ടുപോകും. അപ്പൊ അതല്ലേ പോലീസുകാരൻ പറഞ്ഞു. പാവപ്പെട്ടവർക്ക് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നന്മ ഉണ്ടാകുന്നറിയോ? പാവപ്പെട്ടവരുടെ കരങ്ങളിൽ അവർക്ക് അർഹതപ്പെട്ട നമ്മുടെ കയ്യിലുള്ള 10 രൂപയുടെ 1 രൂപ അവരുടെ കയ്യിൽ കൊടുക്കണം. 100 രൂപ തരാട്ടാ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിത് ബോയിൽഡ് എഗ് ഉണ്ട് വിത്ത് പെപ്പർ. വി ഹാവ് കോഫി ദെൻ കടലക്കറി. വാവ്, കടലക്കറി എത്തി ഗൈസ്. കടലക്കറി എത്തി. പിന്നെ ബ്രെഡ് ഉണ്ട്. പിന്നെ എന്താ ചുറ്റുള്ളത്? അപ്പവും ഉണ്ട് കേട്ടോ. നല്ല കൺസിസ്റ്റൻസി. വാവ്, നൈസ്. അപ്പം എത്തി ഗൈസ്.
ഇവിടെ ഒരാളതെ കഴിക്കൽ തുടങ്ങി. താങ്ക് യു അപ്പു. അത് എനഫ് 2 മതി. അപ്പോൾ കഴിച്ചിട്ട് വരാട്ടാ. താഴെ നിന്നുള്ള വ്യൂ കാണാനായിട്ട് ഒന്ന് പോയി നോക്കാട്ടാ. സ്റ്റെപ്പാണ് ഗൈസ് ഇവിടെ. സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ പോകണം. അത് ക്യാമ്പ് ഫയറിൻ്റെ ആണോ? ഓക്കെ ഓക്കെ. ഇത് ഇപ്പൊ ചെയ്യാറില്ലേ? ഇപ്പൊ മഴ ചെയ്തോണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നൈസ് നൈസ്. കൊള്ളാട്ടോ. ഈ ഇവിടെ കണ്ട നമ്മളിത് ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ ഇതൊക്കെ. മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. നമ്മുടെ റിസോർട്ടിൻ്റെ നേരെ താഴെ തന്നെയാട്ടോ ഈ സ്പേസ്. ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് ചില്ല് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള സ്പേസ് ആട്ടോ അത്. ഓക്കെ. ആ അവിടെ ഒരു അഡീഷണൽ ബാൽക്കണി ഉണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ. കൊള്ളാം ഗൈസ്. നൈസ്. അപ്പു നടന്നു വരുന്നുണ്ട്. നമ്മളിത് അടുത്ത സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്പേസിൽ ഇവിടെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പ് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തേക്കണെയാണ് ഇവിടെയൊക്കെ. ഈ റിസോർട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം സ്ലോപ്പായിട്ടുള്ളൊരു സ്പേസിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി താഴെ കണ്ട് പോകണം. ഓക്കെ. ഇതാണ് ഇവിടെ ഒരു ബെഞ്ചും ടേബിളും കേട്ടോ. ബെഞ്ച് കോൺക്രീറ്റ് ആണല്ലേ. കോൺക്രീറ്റ് ബെഞ്ചാണ് ഗൈസ്. ഓക്കെ. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാമിലിയായിട്ടും ടീം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പേസാണ് കേട്ടോ അതൊക്കെ. ഇവിടെ നമ്മൾ കാടിനോട് കുറച്ചുകൂടി ക്ലോസസ്റ്റ് ആയിട്ട് ഉള്ള വ്യൂ ആണിത്. ഇവിടെ ഒരു പാറയുണ്ടല്ലോ. പാറയുടെ പുറത്താണ്ടത്. കൊള്ളാം. നൈസ്. നമ്മളിപ്പോൾ ഇതേ അവിടെ നിന്ന് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇത്രയും താഴേക്ക് വന്നിട്ടാ. ഇതിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് അവിടെ ഹാൻഡ് റീൽ കണ്ടാൽ മനസ്സിലാവും. കണ്ട സ്റ്റെപ്പ് ഇറങ്ങി നമ്മളത് ഓരോ സ്പേസിലെത്തി. നല്ല അടിപൊളിയായിട്ടാ. അത് ഇവിടെയും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. കണ്ട. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനാണ്. ഇവിടെ കണ്ട പാറയൊക്കെ കണ്ടേ. ഇത് രസമാണ് നോക്കി. കൊള്ളാം. നമ്മൾ ഇന്നലെ മോളിലാണ്. ഇപ്പോൾ റിസോർട്ടിൻ്റെ ബാക്കിൽ മുകളിലാണ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തത്. അതല്ലാതെ അഡീഷണൽ പാർക്കിംഗ് നമുക്ക് താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ നമ്മുടെ പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. നൈസ്. ഇവിടെ ചെറിയ വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂട് അങ്ങനെ ഇല്ല കേട്ടോ. തണുപ്പുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട് നമുക്ക്. ഓക്കെ. ഇതാ ഗൈസ് അവിടെ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. കണ്ടോ. ഇതാണ് നമ്മുടെ അഡീഷണൽ പാർക്കിംഗ്. ഇവിടെ എന്താ ജസ്റ്റ് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇവിടെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ. ഇതാണ് നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള പാർക്കിംഗ്. അത് നമ്മളവിടെ വന്ന വഴിയിൽ നിന്ന് നമ്മൾ ചുറ്റിക്കറങ്ങി വന്നിട്ടാണ് ഇവിടെ പാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. പാർക്കിങ്ങിൻ്റെ ഇവിടെ കണ്ട ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഹെലിക്കോണിയ എന്ന് തോന്നുന്നു കേട്ടോ. ഹെലിക്കോണിയ അങ്ങനെയാണെന്തോ ആണ് ഇതിൻ്റെ പേര്. ഞാനൊരു ഗാർഡൻ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടതാണ്. ഹെലിക്കോണിയ. നല്ല നൈസാണല്ലോ ഇതിൻ്റെ. കണ്ടില്ലേ ഇതിൻ്റെ പൂവുണ്ടോ? അതിൻ്റെ എന്ത് രസമാണെന്ന് നോക്കി. ഇലയും കൊള്ളാട്ടോ. നൈസ്. നമ്മളങ്ങനെ കുട്ടിക്കാനം ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ ആ സൈഡിൽ ഭാഗത്ത് കണ്ട ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ. അത് നല്ല ഭംഗിയുണ്ടല്ലേ. ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. ലേറ്റായിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. ഇവിടുത്തെ താഴത്തെ റൂംസൊക്കെ ഇത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് ഡൈനിങ് ഏരിയ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ 3D സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3D പിക്ചർ. അതേപോലെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ലൈബ്രറി ഉണ്ട്. പിന്നെ ഇത് കണ്ട അടിപൊളിയല്ലേ.
ബുക്സ് വായിക്കാനുള്ളവർക്ക് നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ബുക്സ് വായിക്കാം കേട്ടോ. നമ്മളത് ഇന്നത്തെ ലഞ്ചാട്ടോ. ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്, കുക്ക് ചെയ്ത ഫുഡാണ്. അതുപോലെ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഫുള്ളായിട്ട് ഈ ഒരു റിസോർട്ട് എടുക്കുകയാണെങ്കിൽ കിച്ചൺ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അവിടെ കിച്ചണിൻ്റെ ഇവിടെ ഈ സ്റ്റെപ്പ് വഴി താഴേക്ക് പോകുമ്പോഴാണ് കിച്ചണുള്ളത്. അപ്പോൾ ഗ്രൂപ്പായിട്ടുള്ളവർക്ക് മാത്രമാണ് കിച്ചൺ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെയും കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ 4:30 ആയിട്ടോ, വൈകുന്നേരം 4:30 ആയി. ആ സമയത്തുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടാ, നമ്മുടെ മലകളൊക്കെ അതേ മൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ തോന്നുകയാണ്. ഓ അപ്പൊ പാട്ട് പാടുന്നു ഗൈസ്. രാത്രി മൈന പൂക്കുമ്പോൾ താരര താരര അത്രേ എനിക്ക് അറിയുള്ളൂ. ഓഹോ നിങ്ങൾ യൂട്യൂബിൽ കാണു. ഓഹോ ഗൈസ്, ഇത് കണ്ട കോട കയറി പോണേ കാണണേ, എന്ത് ഭംഗിയാ നോക്കി. കണ്ട നമ്മൾ ആദ്യം കണ്ട വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് കയറി വരിക, കണ്ട കയറി വന്നുകൊണ്ടിരിക്കണേ. കണ്ട മൂവ് ആവണുണ്ടോ നിങ്ങൾ? മലയിലേക്ക് കയറി വന്നണ്ട. നൈസ്. ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളിത് രണ്ടാമത്തെ ദിവസമായിട്ടാ. രണ്ടാമത്തെ ദിവസം രാവിലെ 6 മണി കഴിഞ്ഞ്. അപ്പോൾ ഇത് ഇവിടുത്തെ വ്യൂ കണ്ട, കാണാൻ പറ്റുന്നുണ്ടോ? വെളുപ്പിനായതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ താമസിച്ച റൂമൊന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്നുകൂടി. നമ്മളിപ്പോൾ വെക്കേറ്റ് ചെയ്യാൻ പോണെയാണ്. ഇതാട്ടോ നമ്മുടെ റൂം. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ റിസോർട്ടിലെ ഏറ്റവും വലിയ റൂമാണ് നമ്മളെടുത്തത്. ഇതൊരു പ്രീമിയം റൂമാണ് കേട്ടോ. ഈ 3 സൈഡും ഉണ്ടല്ലോ, കട്ടനിട്ടേക്കുന്ന ഈ 3 സൈഡും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഗ്ലാസ് ഇട്ടേക്കനെയാണ്. കണ്ട നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മളിത് എക്സ്ട്രാ ബെഡ് നമ്മൾ പറഞ്ഞേക്കുന്നതാണ്, എക്സ്ട്രാ ബെഡ്. ഓക്കെ, നമ്മളിത് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ആക്ച്വലി താഴെ 2 ഇൻ്റർ കണക്റ്റഡ് റൂംസാണ് ഉള്ളത് കേട്ടോ. ഇൻ്റർ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പും ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ 2 റൂം തമ്മിൽ നമുക്ക് ഉള്ളിൽ നിന്ന് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നവർക്കൊക്കെ അതാണ്. പിന്നെ കപ്പിൾ റൂംസാണ് വേറെ എക്സ്ട്രാ ഉള്ളത്. പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടല്ല, ഡൈനിങ് റൂം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ ടെറസിൻ്റെ മുകളിലൊന്നും കയറിയില്ലായിരുന്നു. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ. ചെറിയതായിട്ട് മഴ പെയ്യുന്നുണ്ട്, പൊടിയുന്നുണ്ട് മഴ. നമ്മളിത് ഏറ്റവും മുകളിലാണ്ടോ, ഈ റിസോർട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ ടെറസിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു ബെഞ്ചും ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പോ ഇവിടെ നിന്നുള്ള വ്യൂ പിന്നെ പറയണ്ടല്ലോ. സൂപ്പർ ഒന്നും പറയാനില്ല. നമ്മളെ ഇടയ്ക്കൊക്കെ നമ്മുടെ ജോലിയും സ്ട്രെസ്സും കാര്യങ്ങളിൽ നിന്നൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളിത് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള സ്ഥലത്തൊക്കെ വന്ന് സ്റ്റേ ചെയ്യുമ്പോഴുണ്ടല്ലോ, മനസ്സിനൊക്കെ എന്തൊരു ആശ്വാസം എന്നറിയാമോ. നമ്മൾ കുറച്ച് റിലീഫാവും, നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് റിലീഫാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ നോക്കുക. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര സ്ഥലങ്ങളാണ് ഇതേപോലത്തെ. എന്ത് രസമാണല്ലോ ഇതൊക്കെ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാൽ തന്നെ എന്തൊരു ഭംഗിയാന്ന് പറയാം. നമുക്ക് നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവും ഫുള്ള്. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും നമ്മളിതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന. ഓക്കെ, അപ്പോൾ മിസ്റ്റി വില്ലാസിൽ നിന്ന് നമ്മളിത് പോണെയാണ്. ചിറ്റപ്പൂവൊക്കെ ബാഗൊക്കെ കൊണ്ടുവന്ന് കാറിൽ വയ്ക്കണതാണ്. അപ്പം നമ്മളും നമ്മുടെ ബാഗ് കൊണ്ടുവന്ന് വയ്ക്കട്ടെ. ശരിക്കും പ്രോപ്പർ ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കൊടുത്തേക്കണേണ്ട. അമലഗിരി റോഡ്, നല്ല തണ്ണി, പാഞ്ചാലിമേട്. ഓക്കെ, ഇതാണ് ലോഗോ.
അപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ ബുക്ക് ചെയ്യാനുള്ളവർക്കൊക്കെ ദേ ഇവിടെ നമ്പറുണ്ട്. നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളെ വന്ന സ്ഥലത്ത് നമ്മുടെ ശരിക്കുള്ള എൻട്രിയിലുണ്ടല്ലോ ഇവിടെ ദേ ഒരു സൈക്കിൾ റിക്ഷ പോലത്തെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നൈസ്, കൊള്ളാട്ടോ. അതെന്താണ് ഇതിനകത്ത് മറ്റേ ടാങ്കൊക്കെ പോലത്തെ, ബൈക്കിൻ്റെ മറ്റേ പെട്രോൾ ടാങ്ക് പോലെ ഇരിക്കുന്നു. കൊള്ളാം. കാളവണ്ടി അല്ല, സൈക്കിൾ റിക്ഷ പോലത്തെ ഒരു സംഭവം. ഇത് വെറും സൈക്കിള് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് എൻജിനൊക്കെ ഉണ്ട്. എൻജിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ടാങ്കാണിത്. സൈക്കിൾ റിക്ഷ സെറ്റപ്പാണ്. ഇതൊക്കെ പണ്ട് ഇവിടെ ഉള്ളവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അടിപൊളി. ഓ, ഇതെന്താണ്, ബ്രേക്കാണോ? ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്. ഗൈസ്, നമ്മളിത് അങ്ങനെ തിരിച്ച് നമ്മളിത് കളമശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.